ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലെ എക്സസൈസ് 5.2ലെ 13th ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 13ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ചെയ്യുന്നു. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 7? ഇതാണ് ക്വസ്റ്റ്യൻ. ചെയ്ത് നോക്കാം. ഇവിടെ ചെയ്യേണ്ടത് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 7. അപ്പോൾ 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതുപോലെ അത് 3 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പോൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്കറിയാം 100 മുതൽ 999 വരെയാണ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. അതിൽ 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ എണ്ണമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ ഫസ്റ്റ് ടൈം ഏതാണ്, ലാസ്റ്റ് ടൈം ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 100ന് മുകളിലുള്ള നമ്പർ ആയിരിക്കും. ഇവിടുത്തെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 100നേക്കാൾ വലുതായിരിക്കണം, 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, അതിൽ തന്നെ ഏറ്റവും ചെറിയ നമ്പറും ആയിരിക്കും. അപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ 100 ഡിവൈഡ് ബൈ 7, 100നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 1 into 7 7 3 28. ഇവിടെ റിമൈൻഡർ കിട്ടുന്നത് 2 ആണ്. അതായത് 100 എന്നുള്ളത് 7ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 100ന് തൊട്ട് താഴെ വരെ 14 മൾട്ടിപ്ലസ് ഉണ്ട്. അപ്പോൾ അത് 15th ടൈമായിട്ട് കണ്ടാലും മതി. ഇല്ലെങ്കിൽ ഈ 100ൽ നിന്നും നമ്മൾ ഈ 2 കുറയ്ക്കുന്നു, -2. അപ്പോൾ നമുക്ക് 98 എന്ന് കിട്ടി. ഈ 98 100ന് തൊട്ട് താഴെയുള്ള 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നമുക്ക് വേണ്ട 100നേക്കാൾ വലുതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത നമ്പർ, അതായത് ഈ 98ൻ്റെ കൂടെ 7 കൂട്ടിയാൽ, അപ്പം നമ്മൾ 98 + 7 നമ്മൾ കൂട്ടുന്നു. അപ്പോൾ നമുക്ക് 105 എന്ന ആൻസർ കിട്ടുന്നു. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടൈം. ഇവിടുത്തെ A1 = 105 എന്ന് കിട്ടി. ഇനി ഇതേപോലെ നമ്മൾ ലാസ്റ്റ് ടൈം നമ്മുടെ 999 ആണ്. അതിനെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 7 1 into 7 7 2 29 4 9 2 14. ഇവിടെ 9 - 4 ആണ്. ഇവിടെ നമുക്ക് 5 റിമൈൻഡർ കിട്ടി. അപ്പോൾ 999 7ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇതിന് തൊട്ട് താഴെയുള്ള മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിനകത്ത് നിന്നും ഈ റിമൈൻഡർ കിട്ടിയ 5 കുറച്ചാൽ 999 - 5 ചെയ്താൽ 94 കിട്ടും. അപ്പോൾ നമുക്കവിടെ കിട്ടും AN ലാസ്റ്റ് ടൈം nth ടൈം = 990. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈം A1 അല്ലെങ്കിൽ A = 105 എന്നും ലാസ്റ്റ് ടൈം AN = 994 എന്നും കിട്ടി. ഈ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾസ് ഓഫ് 7 അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 7 ആണ്. അപ്പോൾ ഇവിടെ D = 7 7 ആയിരിക്കും കൂടി പോവുക. അപ്പോൾ നമുക്കിത് ഇക്വേഷനിൽ കൊടുത്താൽ nth ടൈമിൻ്റെ ഇക്വേഷൻ, അതായത് AN = A + n - 1 × D എന്ന ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ A 105 ആണ്. 105 + n - 1 × D7 ആണ് 7 = 994 എന്ന് കിട്ടും. n - 1 × 7 = 994 മൈനസ് ഇവിടെയുള്ള 105നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. n - 1 × 7 = 994 എന്ന് 105 കുറച്ചു 880. n - 1 = 889 ഡിവൈഡഡ് ബൈ 7 = 127 എന്ന് കിട്ടി. n - 1 = 127 എന്ന് കിട്ടി. അപ്പോൾ n = 127 + 1, അതായത് n = 128. ഇതിലെ 128ാമത്തെ ടൈമാണ് 919. അതായത് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 7 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടൈംസ് നമുക്ക് 128 എന്ന് നമുക്ക് കിട്ടി.
ഇനി ഇതിലെ 14th ക്വസ്റ്റ്യൻ, ഹൗ മെനി മൾട്ടിപ്പിൾസ് ഓഫ് 4 ലൈ ബിറ്റ്വീൻ 10 ആൻഡ് 250? ഇതും നമുക്ക് ഈ ക്വസ്റ്റ്യൻ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും കണ്ടുപിടിക്കുക. ഹൗ മെനി മൾട്ടിപ്പിൾസ് ഓഫ് 4 ആണ്, അപ്പോൾ കോമൺ ഡിഫറൻസ് 4 ആയിരിക്കും. ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് d is equal to 4 എന്ന് വരും. ഇനി ബാക്കി ടൈമുകൾ കണ്ടുപിടിക്കാം. ഹൗ മെനി മൾട്ടിപ്പിൾസ് ഓഫ് 4 ബിറ്റ്വീൻ 10 ആൻഡ് 250? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 10നെ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ടൈം കിട്ടാൻ വേണ്ടി 10 ഡിവൈഡ് ബൈ 4 ചെയ്യുന്നു. അപ്പോൾ ഇവിടെ, അല്ലെങ്കിൽ ഇത് ടേബിൾസ് വഴി അറിയാം, എങ്കിൽ ഞാൻ മെത്തേഡിൽ ചെയ്യുന്നുള്ളൂ. ഇവിടെ 2 into 4 8 minus 2. അപ്പോൾ റിമൈൻഡർ കിട്ടിയിരിക്കുന്നത് 2 ആണ്. അപ്പോൾ 10 minus 2 equal to 8 ആണ്. അപ്പോൾ 8 ആണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ 10ന് തൊട്ട് താഴെയുള്ള നമ്പർ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് 8 + 4 ചെയ്താൽ അത് 10നേക്കാളും വലുതാവും, equal to 12. ഇത് ചെറിയ നമ്പർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ഒറ്റ നോട്ടത്തിൽ ഇത്രയും ചെയ്തില്ലെങ്കിലും ഈ ആൻസർ മനസ്സിലാവും. കാരണം 10നേക്കാളും വലിയ ഫസ്റ്റ് 4ൻ്റെ മൾട്ടിപ്പിൾ 12 ആണെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ആ മെത്തേഡ് ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ചെയ്തു വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ടൈം ഇത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. എ അതായത് A1 എന്ന് എഴുതാൻ വേണമെങ്കിൽ A is equal to ഫസ്റ്റ് ടൈം നമുക്ക് 12 ആണ്. ഇനി 250യുടെ തൊട്ട് താഴെ, അപ്പോൾ നമുക്ക് 250 ഡിവൈഡ് ചെയ്യണം. 25ൽ 6 പ്രാവശ്യം 24, 1 റിമൈൻഡർ കിട്ടി 0. 10ൽ 4 2 പ്രാവശ്യം 2 into 4 റിമൈൻഡർ 2 കിട്ടി. ഇനി ചെയ്യേണ്ടത് നമ്പർ കണ്ടുപിടിക്കാൻ 250 മൈനസ് ഈ റിമൈൻഡർ 2 ഈക്വൽ ടു 248 നമുക്ക് കിട്ടി. 250ൽ താഴെയാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ കൂടെ 4 കൂട്ടേണ്ട കാര്യമില്ല. ഈ പ്രോബ്ലത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തപ്പോഴും ഇവിടെ ചെയ്തതും ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 10നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 100ന് തൊട്ട് മുമ്പ്, അല്ലെ ഇവിടെ 10ന് തൊട്ട് മുമ്പുള്ള നമ്പർ കിട്ടി, അത് മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇനി ആ നമ്പറിൻ്റെ കൂടെ ഇതേ നമ്പർ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ 7 ചേർത്തു, ഇവിടെ 4 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത നമ്പർ അത് ഈ പറഞ്ഞ നമ്പറിനേക്കാളും വലുതായിരിക്കും. ഫസ്റ്റ് ടൈമിൻ്റെ കേസിൽ അങ്ങനെ ചെയ്യണം. അതായത് ഇവിടെ വേണ്ടത് 10നേക്കാൾ വലുതും 4ൻ്റെ മൾട്ടിപ്പിളുമായ ഏറ്റവും ചെറിയ സംഖ്യയാണ് നമുക്ക് വേണ്ടത്. ഇനി ലാസ്റ്റ് ടൈം എടുക്കുമ്പോൾ 250യേക്കാൾ വലുതല്ല, ചെറുതായിരിക്കണം. 250യേക്കാൾ ചെറുതും 4ൻ്റെ മൾട്ടിപ്പിളുമായ ഏറ്റവും വലിയ സംഖ്യ വേണം. അപ്പോൾ ഇവിടെ 250 ചെയ്യുമ്പോൾ അവിടെ റിമൈൻഡർ വരുന്നുണ്ട്. അതുകൊണ്ട് ആ റിമൈൻഡറിനെ ഒഴിവാക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് 4ൻ്റെ മൾട്ടിപ്പിൾ കിട്ടും. അപ്പോൾ ഇവിടെ ആ 250 നിന്നും റിമൈൻഡർ 2 കുറച്ചു, 248. ഇത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടൈം, അതായത് AN is equal to 248 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടി, ലാസ്റ്റ് ടൈം കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി അതിൽ നിന്നും n കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ AN equal to A plus n minus 1 into D. ഇവിടെ A 12 ആണ്. 12 plus n minus 1 into D ഇവിടെ 4 ആണ്, ഈക്വൽ ടു 248. നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ചെയ്ത അതേപോലെ തന്നെ n minus 1 into 4 ഈക്വൽ ടു ഈ 12നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. 248 മൈനസ് n minus 1 into 4 ഈക്വൽ ടു 236. n minus 1 ഈക്വൽ ടു 236 divided by 4. n minus 1 ഈക്വൽ ടു 59 എന്ന് കിട്ടി. അതായത് n minus 1 ഈക്വൽ ടു 59. n is equal to 59 plus 1. n is equal to 60 എന്ന് നമുക്ക് ആൻസർ കിട്ടും. How many multiples of 4 lie between 10 and 250? n is equal to number of multiples equal to 60 ആണ്.